നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമം നിത്യവും വായിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും പരീക്ഷണങ്ങളും മാത്രമാണോ കൈമുതലായിട്ടുള്ളത്? ഇതിൽ നിന്നും പരിഹാരം ലഭിക്കുന്നതിനായി ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിർദ്ദേശിക്കുന്നത്. സാധാരണയായി ജാതകാൽ വ്യാഴദോഷമുള്ളവർക്കാണ് വിഷ്ണു സഹസ്രനാമം വായിക്കാനായി നിർദ്ദേശിക്കാറ്. ജാതകത്തിൽ വ്യാഴം എന്ന ഗ്രഹമാണ് ഭാഗ്യത്തെയും സമ്പത്തിനെയും സ്വർണത്തിനെയും പാണ്ഡിത്യത്തിനെയും അന്തസ്സ്, ആഭിജാത്യം, സാമ്പത്തിക സുസ്ഥിരത, സന്താനഭാഗ്യം എന്നിവയെയും കുറിക്കുന്നത്. നാം സാധാരണയായി കേൾക്കാറുള്ള ഒരു വാക്കാണ് ദൈവാധീനം. അതായത് ദൈവത്തിൻ്റെ പരിരക്ഷ നമുക്കുണ്ട് എന്നതാണ് ഇതിൻ്റെ ആശയം. ജ്യോതിഷത്തിൽ ദൈവാധീനത്തെ നിർണ്ണയിക്കുന്നത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം, അതല്ലെങ്കിൽ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ഫലത്തെ മുൻനിർത്തിയാണ് കണക്കാക്കുന്നത്. ദൈവാധീനമുള്ളയാളെ ആപത്തുകൾ വലയം ചെയ്യില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. വ്യാഴത്തിനെ കൊണ്ട് മഹാവിഷ്ണുവിനെയും ചിന്തിക്കുന്നു, എന്നാൽ ശിവനെ ചിന്തിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. വ്യാഴം നീചസ്ഥനാവുക, വ്യാഴത്തിന് ബലമില്ലാതെ വരിക, മൗഢ്യമുണ്ടാവുക എന്നിങ്ങനെയുള്ള അവസ്ഥകളിലാണ് സാധാരണയായി വിഷ്ണു സഹസ്രനാമം ജപിക്കാനായി നിർദ്ദേശിക്കാറുള്ളത്. എല്ലാ കാര്യങ്ങളിലും ദൈവാധീനക്കുറവ് അനുഭവപ്പെടുക, ഇച്ഛാശക്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും നേടിയെടുക്കണമെന്നുമുള്ള ഒരു ഊർജം ഇല്ലാതിരിക്കുക, മാനസികവും ശാരീരികവുമായി വളരെ ആലസ്യം അനുഭവപ്പെടുക, ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാതിരിക്കുക, സാമ്പത്തികമായി വളരെ ഞെരുക്കമുണ്ടാവുക, ദുഷ്ടന്മാരോട് കൂട്ടുകൂടുക, ദുഷ്ടവിചാരങ്ങൾ ഉണ്ടാവുക, അതുപോലെ വിഷാദ രോഗം ബാധിക്കുക, കുടുംബത്തിലും തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലും സമാധാനക്കുറവ് അനുഭവപ്പെടുക, സന്താനങ്ങൾക്ക് ദുരിതം, അപവാദം നേരിടുക, പരാജയം, മൃത്യുഭയം എന്നിവയെല്ലാം ഉള്ളവർ വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. മഹാഭാരതം, പത്മപുരാണം, ഗരുഡപുരാണം, സ്കന്ദപുരാണം എന്നിവയിലായി 4 വിഷ്ണു സഹസ്രനാമങ്ങളുണ്ടെങ്കിലും മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലുള്ള സഹസ്രനാമമാണ് ഇവയിൽ ഏറ്റവും പ്രസിദ്ധം. സഹസ്രം എന്നാൽ 1000 എന്നാണ് അർത്ഥം. എന്നാൽ വിഷ്ണു സഹസ്രനാമത്തിൽ 1000 നാമങ്ങൾ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. വിഷ്ണു സഹസ്രനാമം വായിക്കുക വഴി ഭഗവാൻ ആരെന്ന് മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ പേരുകളാണ് ഇതിൽ മുഴുവൻ പ്രതിപാദിച്ചിരിക്കുന്നത്. സഹസ്രനാമം മുഴുവൻ വായിക്കാൻ സാധിക്കാത്തവർക്ക് അത് എളുപ്പത്തിൽ വായിക്കുന്നതിനായി ഒരു ഭാഗവും അവസാനം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമെങ്കിലും വായിക്കുന്നവന് സഹസ്രനാമം മുഴുവൻ വായിക്കുന്ന ഗുണവും ലഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സഹസ്രനാമം വായിക്കുന്നതിന് മുമ്പായി സഹസ്രനാമത്തിന്റെ പുസ്തകം വാങ്ങുകയും യൂട്യൂബിൽ നിന്നും സഹസ്രനാമം വായിക്കുന്ന ഒരു വീഡിയോ പ്ലേ ചെയ്ത് അതിനോടൊപ്പം വായിച്ച് തെറ്റുകൾ പരിഹരിക്കേണ്ടതുമാണ്. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ സ്വയം വായിക്കാൻ സാധിക്കുന്നതാണ്. സർവ്വ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പതിയാണ് മഹാവിഷ്ണു. എന്നാൽ ആ മഹാവിഷ്ണുവിനെ പരമാത്മാവായാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യവും സഹസ്രനാമം ജപിക്കുകയോ 108 ജപിക്കുകയോ ചെയ്യുന്നവരെ ഭഗവാൻ ജ്ഞാനം നൽകി മോക്ഷത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. ഒരാത്മാവ് മോക്ഷമാർഗം സഞ്ചരിക്കണമെങ്കിൽ അവൻ ഇഹലോകത്ത് നേടിയ സകലതിനെയും ഉപേക്ഷിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സകലതും ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഒരു പക്ഷേ ഇത് നിത്യവും വായിക്കുന്നവന് അനുഭവപ്പെട്ടേക്കാം. ഭഗവാൻ അർജുനനെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയ തോഴനായ ഉദ്ധവനെ തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞുവിട്ട് മോക്ഷമാർഗത്തിൽ സഞ്ചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് സാമാന്യനായ മനുഷ്യന് പരീക്ഷണങ്ങളായി തോന്നുകയും ഇങ്ങേരെ ശരിയാവില്ല എന്നൊരു പക്ഷേ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ലളിതാ സഹസ്രനാമം ഇതോടൊപ്പം വെള്ളിയാഴ്ചകളിൽ ജപിക്കുകയാണെങ്കിൽ ഇതിന് പരിഹാരം ലഭിക്കുന്നതാണ്. മഹാവിഷ്ണു സൃഷ്ടിസ്ഥിതി സംഹാരത്തിലെ സ്ഥിതിയെ കുറിക്കുന്നു. അതായത് സകലതിനെയും പരിപാലിക്കുന്ന ദേവനാണ് മഹാവിഷ്ണു. അതിനാൽ ഈ ജന്മം ആത്മാവിൻ്റെ അവസാന ജന്മമായി തീരാൻ തന്നെ ഭജിക്കുന്നവരെ, അതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ അദ്ദേഹം മോക്ഷത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുന്നു. ഒരു ഗുരുവോ മറ്റ് ജ്ഞാനമോ നേടാത്ത നമുക്ക് അത് കഠിനമായ പരീക്ഷണങ്ങളായി അനുഭവപ്പെടുന്നു. എന്നാൽ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ ദേവി നമ്മുടെ മാതാവായി മാറുന്നു. മകൻ കഷ്ടപ്പെടുന്നത് ഒരിക്കലും ഒരു മാതാവിന് സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സകല കഷ്ടപ്പാടുകൾക്കും ദേവി അറുതി വരുത്തുകയും എന്നാൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വഴി ജാതകാൽ ദൈവാധീനം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുള്ള ഒരു രീതിയാണ്. മാതാ അമൃതാനന്ദമയാണ് ഇത്തരമൊരു രീതി പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഒരു അറിവ് എല്ലാവർക്കും ഗുണം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ പുതിയ അറിവുകളുമായി ഇനിയും എത്താം.